നമസ്കാരം. മമ്മൂക്കയുടെ ഒരു ഉരുക്കുകോട്ട എന്ന നിലയിലേക്ക് തൃശൂർ ഗിരിജ തിയേറ്റർ മാറുന്ന കാഴ്ചയാണ് സമീപകാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. കേരളത്തിലെ മറ്റു തിയേറ്ററുകളെ അപേക്ഷിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് തൃശൂർ ഗിരിജ തിയേറ്റർ ഇന്ന് ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. ആ ഒരു വളർച്ചയ്ക്ക് അവർക്ക് കൈത്താങ് നൽകിയതും നമ്മുടെ സ്വന്തം മമ്മൂക്ക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 23-ാം തീയതി ആഗോളതലത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്ന മമ്മൂക്ക വൈശാഖ് മിഥുൻ മാനുവൽ കോംബോയിലെത്തുന്ന ടെർബോ എന്ന സിനിമ ഗിരിജ തിയേറ്ററിലും പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. തൃശൂർ ഗിരിജ തിയേറ്ററെ സംബന്ധിച്ച് അവർക്ക് ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പ് വഴി ടെർബോ എന്ന സിനിമയുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിരുന്നു. ടെർബോ റിലീസ് ദിവസമായ ആദ്യ ദിവസം 6 ഷോയാണ് ഗിരിജ തിയേറ്ററിൽ കളിക്കാൻ പോകുന്നത്. അതിൽ ആദ്യ ദിവസം തന്നെ 11:59 പോലും ലേറ്റ് നൈറ്റ് ഷോ തന്നെ ഇപ്പോൾ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഗിരിജ തിയേറ്റർ. ഗിരിജ തിയേറ്ററിലെ ടെർബോ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ മികച്ച ബുക്കിംഗ് സ്റ്റാറ്റസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം എല്ലാ ഷോയിലും ഓൾമോസ്റ്റ് എല്ലാ ടിക്കറ്റുകളും വിറ്റുകൊണ്ടിരിക്കുകയാണ്. ടെർബോ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ച ദിവസം ബുക്ക് മൈ ഷോയിലൂടെ ആദ്യ ദിവസം വിറ്റുപോയത് ഏകദേശം 17,000-ൽ പരം ടിക്കറ്റുകളാണ്. അത് രണ്ടാം ദിവസം എത്തിയപ്പോൾ കൂടിയിരിക്കുകയാണ്. ഏകദേശം 26,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഗിരിജ തിയേറ്ററിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ ആദ്യ ദിവസം ഷോ ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണിക്കാണ് ആദ്യ ഷോ തുടങ്ങുന്നത്. രണ്ടാമത്തെ ഷോ 12 മണിക്കും, മൂന്നാമത്തെ ഷോ 3 മണിക്കും, നാലാമത്തെ ഷോ 6 മണിക്കും, അഞ്ചാമത്തെ ഷോ 9 മണിക്കും, ആറാമത്തെ ഷോ 11:59-നുമാണ്. ആദ്യ ദിവസം തന്നെ രാത്രി 11:59-ന് റിലീസ് ചെയ്യാൻ വേണ്ടി 4 ദിവസം ഉള്ളപ്പോൾ തന്നെ ചാർട്ട് ചെയ്യണമെങ്കിൽ ആ ചിത്രത്തോടുള്ള തിയേറ്റർ ഉടമയുടെ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടെന്ന് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇന്നും ടെർബോ സിനിമ ആഡ് ചെയ്യാത്ത പല തിയേറ്ററുകളിലും പുതിയ ഷോ കൗണ്ടുകൾ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് കവിത തിയേറ്ററിൽ ചിത്രം കളിക്കില്ലെന്നാണ് ആദ്യം അറിഞ്ഞത്. എന്നാൽ ഇന്നലെ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോൾ കവിത തിയേറ്ററിൽ ഒരു ഷോ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല തിയേറ്ററുകളിൽ ഷോ കൗണ്ടുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെർബോയുടെ പേരിൽ ആദ്യ ദിവസം. എന്തായാലും ടെർബോ സിനിമ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈപ്പിനോട് ചിത്രത്തിന് നീതി പുലർത്താൻ സാധിച്ചാൽ മികച്ചൊരു നേട്ടം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. ടെർബോ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.